പ്രവർത്തന മേഖല ദുബൈയിലേക്ക് മാറ്റാനുള്ള കാരണം എന്താ? ആസ് എ ലോയർ നിലക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സുഹൃത്ത് വലയത്തിന്റെ ഭാഗമായി കോഴിക്കോട് മഞ്ചേരി ഞങ്ങൾക്കൊരു കൺസൾട്ടിംഗ് ഫേം ഉണ്ടായിരുന്നു, ബിസിനസ് കൺസൾട്ടിംഗ് ഫേം. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ആസ് എ ലോയർ നിലക്ക് അതിൻ്റെ ഒരു ലീഗൽ സൈഡ് നോക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ലോ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം അന്ന് നമ്മൾ ദുബായിൽ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ ദുബായിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ദുബായ് ഒരു ഗ്രൗണ്ട് ഒരു 2016 മുതൽ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി അതിന് പറ്റിയ ഒരു സമയമായി. നമ്മൾ ഇവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ നമ്മളിവിടെ ലീഗൽ ഫേം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് കഴിഞ്ഞ ജൂണിൽ നമ്മൾ ഇവിടെ ഒരു ലീഗൽ ഫേം, നമ്മൾ മെയിൻലി ശരിക്കും ലീഗൽ ഫേം പറയുമ്പോൾ ആക്ച്വലി UAE ഒരു ലോയറിന്, ഒരു ഫോറിൻ ലോയറിന് ഇവിടുത്തെ കോർട്ടിലേക്ക് എൻട്രി ഇല്ല. ഇവിടുത്തെ എമിറാത്തി ലോക്കൽ ലോയറിന് മാത്രമേ. നമ്മൾ ഫോറിനേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ എന്നതുപോലെ തന്നെ നാട്ടിലിപ്പോൾ നമ്മളത് തന്നെയല്ലേ കോർട്ടിൽ എന്നതുപോലെ ഇവിടെ ലോക്കൽ ആളുകൾ, ഇവിടുത്തെ എമിറാത്തി ലോയേഴ്സ് ആണ് ഇവിടെ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻലി ഇവിടെ ചെയ്യുന്നത് ലീഗൽ സർവീസസ് ആണ്. ഇപ്പൊ നമുക്കാണെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു എമിറാത്തി ലോയർ, ഇപ്പൊ ഖാലിദ് സറൂണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേരത്തെ പ്രോസിക്യൂഷനിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഒരു സീനിയർ ലോയറുടെ ഓഫീസായിട്ടാണ് നമുക്ക് അസോസിയേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അബുദാബി കേന്ദ്രീകരിച്ചും നമുക്ക് അവിടെ വേറൊരു ലോ ഫേം, ഇപ്പൊ ഇബ്രാഹിം ഖൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോയറുടെ ഫേമായിട്ട് നമുക്ക് അവിടെ ഒരു അസോസിയേഷൻ. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ നല്ല 2 ലോ ഫേമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. കോർട്ടിലേക്ക് ഡയറക്റ്റ് പോവേണ്ട കേസുകളിൽ അവര് നമ്മളെ സഹായിക്കും. അവർക്കുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ഈ ക്ലയൻസ് ടു ലോയർ, ഒരു ബ്രിഡ്ജിംഗ് ആണ് അതാണ് ഒരു ബ്രിഡ്ജിംഗ് ആണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്.